അള്ളാഹു നമ്മുടെ നിസ്കാരം നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. മോമിനീങ്ങളെ, ഖദീജ ബീവിന്റെ ആണ്ട് നടക്കുന്ന ദിവസമാണ്. ഒരു ഫാത്തിഹ ഓതിയിട്ട് ദുആ ഇറക്കണം. വേറെയും കുറച്ച് ആളുകളൊക്കെ മരിച്ചോലെ പേര് ദുആ ചെയ്യാൻ പറഞ്ഞോലുണ്ട്. അള്ളാഹു കബൂലാക്കട്ടെ. ഖദീജ ബീവിയോളം മഹത്വമുള്ള ഒരു വനിത ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അതല്ല ഒരഭിപ്രായത്തിൽ നമ്മുടെ ഈ ഉമ്മത്തിൽ ഏതായാലും ഇല്ല. കാരണം എന്താ നിങ്ങൾ, ഒരു പെണ്ണിന് ഈ ലോകത്ത് വെച്ച് എന്തൊക്കെ ലഭിക്കാൻ പറ്റുമോ അതൊക്കെ കരസ്ഥമാക്കിയ ബീവിയാണ് മഹദിയായ ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. മഹദി 40 അടുക്കണ സമയം, 40 വയസ്സിനോട് അടുക്കണ സമയത്ത് ഭയങ്കര സമ്പന്നയാണ്. മക്കയിലെ കച്ചവടത്തിന്റെ ഒക്കെ ഒരു വിഭാഗം കച്ചവടത്തിന്റെ മെയിൻ നേതൃത്വം എന്ന് പറഞ്ഞാൽ ഖദീജ ബീവിക്കാണ്. ഭയങ്കര മുതലാളിയാണ്. അപ്പൊ ഖദീജ ബീവിയും തോഴിമാരും ഒരു കഅബയുടെ പരിസരത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് ഒരു വിദേശിയായ ഒരു ജൂത പണ്ഡിതൻ, വേദം പഠിച്ച ഒരു പണ്ഡിതൻ അവിടെ വന്നു. അയാൾ ഇങ്ങനെ കഅബയുടെ പരിസരത്ത് നിൽക്കുമ്പോ കുറച്ച് സ്ത്രീകൾ ഇങ്ങനെ കഅബയുടെ ഒരു ഭാഗത്ത്, ഖദീജ ബീവിയും അനുയായികളുമാണ്, തോഴിമാരും ഒരു ഭാഗത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇയാളിങ്ങനെ ഈ സ്ത്രീകളെ കണ്ടപ്പോ, ഈ ഖുറൈശി സ്ത്രീകളെ കണ്ട് കണ്ണെടുക്കാതെ നോക്കുകയാണ് ഇയാൾ. കുറച്ച് പെണ്ണുങ്ങൾ കൂട്ടം കൂടി നിൽക്കുമ്പോൾ ഒരാണിങ്ങനെ കുറച്ചപ്പുറത്തൊന്നും കണ്ണെടുക്കാതെ നോക്കി എന്താ ഉണ്ടാകുക? ഒരു പ്രത്യേകമായ ഒരു അവസ്ഥ, ഒരു പ്രയാസമൊക്കെ സ്ത്രീകൾക്ക് ഉണ്ടാവുമല്ലോ, അതേ അവസ്ഥ അവർക്കും അനുഭവപ്പെട്ടു. അങ്ങനെ ആ ജൂത പണ്ഡിതൻ അയാളടുക്കൽ വന്നിട്ട്, ആ സ്ത്രീ കൂട്ടത്തിന്റെ അടുക്കൽ വന്നിട്ട്, ഖദീജ ബീവി അടക്കമുള്ള ആ ഖുറൈശി പെണ്ണുങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഓ ഖുറൈശി സ്ത്രീകളെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ പോവുകയാണ്. ലോകം പ്രതീക്ഷിക്കുന്ന ഒരു അവസാന പ്രവാചകനുണ്ട്. ആ പ്രവാചകൻ വരാൻ സമയമായിക്കണട്ടോ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഒരാൾക്ക് ആ പ്രവാചകന്റെ ഭാര്യയും വിരുപ്പമാകാൻ സാധിക്കുകയാണെങ്കിൽ അവരതിന് തേടിക്കൊള്ളട്ടെ, അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിട്ടോ എന്ന് ഇയാളൊരു വർത്തമാനം പറഞ്ഞു. യഥാർത്ഥത്തിൽ ആ ജൂത പണ്ഡിതൻ ഇത് പറഞ്ഞപ്പോ ആ ഖുറൈശി സ്ത്രീകൾ മുഴുവനും അദ്ദേഹത്തിനെ പരിഹസിച്ച് ചിരിക്കുകയാണ് ചെയ്തത്. ഇല്ലൽ ഖദീജത, ആരൊഴികെ? മഹദിയായ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ. മഹദി മനസ്സുകൊണ്ട് ഇങ്ങനെ ദ്വാർന്നു, റബ്ബേ, അങ്ങനത്തെ ഒരു പ്രവാചകൻ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ആ പ്രവാചകന്റെ വിരുപ്പും തുണയും ഭാര്യയും ഒക്കെ ആകാൻ എനിക്ക് ഭാഗ്യം തരണട്ടോ എന്ന് കഅബന്റെ അടുത്ത് നിന്നാണ് ദ്വാർന്നതാ. ആ ദുആ അല്ലാഹു തആല സ്വീകരിച്ചില്ലേ? 40 വയസ്സിൽ മഹദിയുടെ വിവാഹം നടക്കുകയാണ്. ആരുമായി? 25 വയസ്സ് പ്രായമായ മക്കക്കാരുടെ മുഴുവനും കണ്ണിലുണ്ണിയായ മുഹമ്മദുൽ അമീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മുഹമ്മദ് മുസ്തഫ. മഹദിക്ക് 40, പുതിയാപ്പിളക്ക് 25, 15 വയസ്സിന്റെ മാറ്റാണ്. അങ്ങനെ നോക്കൂ നിങ്ങൾ, 15 കൊല്ലം അവർ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുകയാണ്. ആ സമയത്താണല്ലോ മുത്തുനബി തങ്ങളിൽ നുബുവത്തിന്റെ അടയാളങ്ങൾ പ്രത്യക്ഷമാകുന്നത്. ഒറ്റക്കിരിക്കണമെന്ന് തോന്നുന്ന സന്ദർഭമുണ്ട്. ആ ജബൽ നൂർ പർവ്വതത്തിലെ ഹിറാ ഗുഹയിൽ വന്നിരിക്കുന്ന സമയമുണ്ട്. ഖദീജ ബീവിയുടെ വീട്ടിൽ നിന്ന് 7-8 കിലോമീറ്റർ നടന്നു വരണം ആ പർവ്വതത്തിന്റെ താഴ്ഭാഗത്തേക്ക്. അവിടെ നിന്ന് 1 മണിക്കൂറെങ്കിലും, 1/4 മണിക്കൂർ നടന്നാലല്ലേ പർവ്വതത്തിന്റെ മുകളിൽ കയറാവൂ. നബിതങ്ങൾ വരുന്ന സമയത്തൊക്കെ നബിതങ്ങൾക്ക് കൂട്ടിനായി സഹായിയായി ഖദീജ കൂടെ ഉണ്ടല്ലോ. നബിതങ്ങൾ ഒറ്റക്ക് പോകുമ്പോ ആവശ്യമായ ഭക്ഷണം ഒരുക്കി കൊടുക്കുകയാണ്. നബിതങ്ങൾ തിരിച്ചു വരാൻ വൈകുമ്പോ ഭക്ഷണം തയ്യാർ ചെയ്ത് മഹദിയ മലയുടെ മുകളിലേക്ക് കയറി പോവുകയാണ്. അന്ന് 55 വയസ്സാ പ്രായം. ചില ദിവസങ്ങളിലൊക്കെ 2 വട്ടം ഖദീജ ബി ജബലന്നൂർ കയറിക്കണമെന്നാണ്. ഒരു വട്ടം ഉംറക്ക് പോയിട്ട് കയറാൻ നമ്മളെ അവസ്ഥ നമുക്കറിയില്ലേ? അള്ളാഹു നമുക്ക് അവിടെ എത്താൻ തൗഫീക്ക് തരട്ടെ. എന്നിട്ടോ മുത്തുനബി തങ്ങൾ ചില സ്വപ്നങ്ങൾ കാണുന്നു. അല്ലാഹു തആല ചില മുന്നറിയിപ്പുകൾ നൽകുന്നു. മലക്കിനെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. എന്ത് കാഴ്ച കണ്ടാലും തന്റെ വീട്ടിലോടി വന്ന് തന്റെ പ്രിയപ്പെട്ടവളോട് പറയുന്നുണ്ട്, ഖദീജ, ഞാൻ ഇന്നാലിന്ന കാഴ്ച കണ്ടല്ലോ, ആകാശത്തൊരു പ്രകാശം കണ്ടല്ലോ, ഒരു കല്ലെന്നോട് സലാം പറഞ്ഞല്ലോ, ഒരാളെന്നെ മുഹമ്മദേ നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണെന്ന് പറയുന്നുണ്ടല്ലോ, എനിക്കെന്തോ പേടി തോന്നുന്നുണ്ട്. എത്ര തവണയാണ് വീട്ടിൽ വന്ന് പറഞ്ഞത്. ആ സമയത്തൊക്കെ മഹദി പറഞ്ഞത്, അബ്ശിർ, നിങ്ങൾ സമാധാനത്തോടെ ഇരുന്നോ, നിങ്ങൾ വിഷമിക്കണ്ട. ഇന്നല്ലാഹ ലാ യസ്നഉ ബിക ഇല്ലാ ഖൈറാ.
അള്ളാഹു നല്ലതൊന്നും അല്ലാത്തൊന്നും നിങ്ങൾക്ക് തരൂലട്ടോ. അങ്ങനെ നൽകി ഒപ്പം നിന്നു. പിന്നെയാണ് പരിശുദ്ധ റമദാനിൽ ഒരു ഖദറിന്റെ രാത്രിയിൽ തിങ്കളാഴ്ച രാവിൽ മുത്തനബി തങ്ങൾ ഹിറാ ഗുഹയിലിരിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്നത്, വഹി നൽകപ്പെടുന്നത്, പ്രവാചകനായി ഉയർച്ച നൽകപ്പെടുന്നത്, റിസാലത്ത് നൽകപ്പെടുന്നു, പരിശുദ്ധ ഖുർആനിന്റെ ആദ്യ വചനങ്ങൾ ഇറങ്ങുന്നു. പേടിച്ച് വരച്ച മുത്തനബി തങ്ങൾ ഓടി വന്നത് ആരുടെ സമീപത്തേക്കാണ്? മഹദിയായ ബീവി ഖദീജത്തുൽ കുബ്രാ. അവിടെ വന്നിട്ടാണ് പറഞ്ഞത്, സമ്മിലൂനി ഖദീജ, എന്നെ ഒന്ന് പുതപ്പിട്ട് മൂടിത്തരുമോ? എനിക്കാകെ പനിക്കുന്നുണ്ട്, ഞാനാകെ വറക്കുന്നുണ്ട്, ചില കാഴ്ചകൾ ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാം ശ്രദ്ധയോടെ കേട്ട മഹദി പറഞ്ഞത്, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, ലാ യുഖ്സികല്ലാഹു അബദാ, അല്ലാഹു ഒരിക്കലും നിങ്ങളെ വിഷമിപ്പിക്കുകയില്ല. നിങ്ങൾ കുടുംബബന്ധം പുലർത്തുന്നവനാണ്, ഇല്ലാത്തവരെ സഹായിക്കുന്നവരാണ്, വിരുന്നുകാരെ സൽക്കരിക്കുന്നവരാണ്, എല്ലാ നന്മയും കൂടെയുള്ളവരാണ്. നിങ്ങൾ സമാധാനത്തോടെ മുന്നോട്ട് പോകണേ. നിങ്ങൾ എല്ലാ സമയത്തും ഇങ്ങനത്തെ ഒരു പെണ്ണാര ലോകത്തുള്ളത്. പിന്നെ രണ്ടാമത് 1.5 കൊല്ലം കഴിഞ്ഞിട്ടാ പിന്നെ രണ്ടാമത്തെ വഴി വരുന്നത്. മുത്തനബി തങ്ങളെ ജിബ്രീൽ ഇങ്ങനെ നടന്നു പോയപ്പോ കണ്ടു പേടിച്ച് പരീക്കൂടി വന്നു. അപ്പോൾ പറഞ്ഞു, ദസ്തിറോനി ഖദീജ, പുതപ്പിട്ട് മൂടിട്ടോ, വിറച്ചിട്ട് വയ്യട്ടോ എന്ന് പറഞ്ഞു. ഖദീജ ബി പുതപ്പിട്ട് മൂടിക്കൊടുത്ത് നബി തങ്ങളെ ശരീരം ഇങ്ങനെ തടകി കൊടുക്കുക. അപ്പോഴാണ് നസലൽ അമീനു മലക്ക് ജിബ്രീൽ. ആരടുത്തുണ്ട്? ഖദീജ. രണ്ടാമത് ഖുർആൻ ഇറങ്ങിയപ്പോ മഹദി ഒപ്പല്ലേ? അപ്പോഴല്ലേ ഖുർആൻ ഇറങ്ങിയത്, യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ. ഖുർആനിൽ രണ്ടാമത്തെ വചനം ഖദീജ ബിയുടെ വീട്ടിലാണ് ഇറങ്ങിയത്. ആ മഹദി പുതപ്പിട്ട് മൂടിക്കൊടുത്ത് മുത്തുനബി തങ്ങളെ ആശ്വസിപ്പിക്കുന്ന സമയത്താണ് ജിബ്രീൽ വന്നത്. മഹദി ആരാ ലോകത്ത്? എത്ര വലിയ കോടീശ്വരിയെന്ന് അറിയുന്നത്. മരണപ്പെടുന്ന സമയത്ത് അരക്കാശുണ്ടില്ല. അല്ല, 3 കൊല്ലം മക്കാര് ബഹിഷ്കരണ ഏർപ്പെടുത്തിയപ്പോ ഈ മക്കയിലെ രാജ്ഞി പോലും പച്ചിലകൾ കഴിഞ്ഞ് തിന്നിട്ടല്ലേ ആ ഷൈബ് അബി ത്വാലിബ് എന്നുള്ള മലഞ്ചെരുവിൽ കഴിഞ്ഞത്. എല്ലാ സംഭവം 25 കൊല്ലം മുത്തനബി തങ്ങളെ കൂടെ ജീവിച്ചു. ആ 25 കൊല്ലവും മുത്തനബി തങ്ങൾ മറ്റൊരു ഭാര്യയെ വിവാഹം കഴിച്ചിട്ടില്ലായിരുന്നു. ഒരിക്കൽ നബി തങ്ങള് ആ ജബലുന്നൂറില് അവിടെ ഹിറയിൽ ഇരിക്കുകയാണ്. ആ സമയത്ത് ഖദീജ ബീവി ഭക്ഷണമായിട്ട് വരേണ്ട. ഈ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. ഖദീജ ബീവി ഭക്ഷണം പാത്രത്തിലാക്കി വരികയാണ്. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയേ ജാഅത് ഖദീജ, ഖദീജ വരുന്നുണ്ട് കേട്ടോ. വമഅഹാ ഇദാം, നിങ്ങൾക്ക് കൂടെ നിങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണവുമായിട്ടാണ് വരുന്നത് നബിയേ. ഖദീജ നിങ്ങളുടെ അടുത്തെത്തിയാൽ ഫഅഖ്രി അലൈഹസ്സലാമ മിനല്ലാഹ്, അള്ളാഹുവിന്റെ സലാം ഒന്ന് ഖദീജയോട് പറയാൻ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. വമിന്നി, എന്റെ സലാമും നിങ്ങളൊന്ന് ഖദീജയോട് പറയണേ. അള്ളാഹു സ്വർഗത്തിൽ മുത്തുകളെ കൊണ്ടുള്ള ഒരു കൊട്ടാരം ഖദീജക്ക് പണിത് വെച്ചിട്ടുണ്ടെന്നും പറയണേ. ആര്? മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. ഈ ഹദീസ് എവിടെ ഉണ്ട്? സ്വഹീഹുൽ ബുഖാരി. എന്താണ് അള്ളാഹുവിന്റെ റസൂൽ എന്തോര് ഇഷ്ടായിരുന്നു എന്നറിയുന്നത്. ഖദീജ ബീവി മരിച്ച കൊല്ലത്തിനല്ലേ ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടത്. റമദാൻ 10-നായിരുന്നു വഫാത്ത്. ഇന്ന് ഖദീജ ബീവിന്റെ കണ്ടടക്കുന്ന ദിവസമാണ്. ഇന്ന് നമ്മളെ മഹദിയെ സ്മരിച്ചിട്ട് ഇനി എന്നാ നമ്മൾ സ്മരിക്കുക? എന്തൊരു ഇഷ്ടമാണ് അള്ളാഹിന്റെ റസൂലിനെ. നിങ്ങൾ മഹദിയുടെ വഫാത്തിന്റെ ശേഷം എപ്പോഴും അനുസ്മരിക്കും. ഇടക്കിടക്ക് ആടറക്കും. ഖദീജ ബീവിന്റെ കൂട്ടുകാരികളെ പേരിക്കൊണ്ട് കൊടുക്കും. അവർക്ക് മദീനത്ത് ആയിഷ ബീവിന്റെ പേരിലേക്കുമ്പോഴാണ് ഹാല വന്നത്. ഖദീജ ബീവിന്റെ ഒരു സഹോദരി, ആ വകയിലുള്ള സഹോദരിയാണ്. അതിൽ ഹാല വന്നപ്പോ നബി തങ്ങൾ, അല്ലാഹ് എന്റെ ഹാലയാണല്ലേ വരുന്നത്, എന്റെ ഖദീജന്റെ സഹോദരിയാണ്, ഭയങ്കര സ്വീകരണം. ഹാല പോയപ്പോഴോ ഖദീജനെ പറഞ്ഞിരുന്നു കാര്യമാണ്. ആയിഷ ബീവി പറഞ്ഞു, നബി നിങ്ങൾക്ക് എന്താ, ഈ ഖദീജ ബീവിയൊക്കെ മരിച്ചുപോയില്ലേ നബിയെ? അത് മക്കയിലുണ്ടായിരുന്ന വൃദ്ധകളായ സ്ത്രീകളെപ്പെട്ട ഒരു വൃദ്ധയായ പെണ്ണല്ലേ. അതിനേക്കാളും നല്ല സ്ത്രീകള് അല്ല നിങ്ങൾക്ക് പകരം തന്നില്ല നബിയേ. നിങ്ങൾ കരയുന്നത് എന്തിനാ? ആ സമയത്ത് അവിടുന്ന് പറഞ്ഞ മറുപടി എന്താ? നിങ്ങൾ മുഖം അങ്ങോട്ട് ചുവന്ന് തൊടുത്തിട്ട് പറഞ്ഞു,
ദേശത്തോടെ പറഞ്ഞു, ആയിഷ മാ അബ്ദലനില്ലാഹു ഖൈറൻ മിന്നാ, എന്റെ ഖദീജയെക്കാള് നീ അടക്കം പകരമായിട്ട് ഒരൊറ്റ ഭാര്യയെയും അല്ലാഹു തന്നിട്ടില്ല. എന്റെ ഖദീജക്ക് പകരമാകാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. മക്കക്കാര് മുഴുവനും എന്നെ നിഷേധിച്ചപ്പോ എന്റെ കൂടെ നിന്നത് എന്റെ ഖദീജയാണ്. ആദ്യമായിട്ട് എന്നിൽ വിശ്വസിച്ചത് എന്റെ ഖദീജയാണ്. ആവശ്യമുള്ളത് മുഴുവനും തന്നത് എന്റെ ഖദീജയാണ്. എന്റെ ഖദീജക്ക് പകരമാകാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. എത്ര തവണ ഖദീജയെ ഓർത്ത് കരഞ്ഞിട്ടുണ്ട് നിങ്ങൾ. ഖദീജ ബീവിന്റെ മാല കണ്ട് കരഞ്ഞ സംഭവം ഒന്ന് ബുഖാരിയിലുണ്ട്. ബദർ യുദ്ധത്തിൽ മരുമകൻ തടവിലാക്കപ്പെട്ടപ്പോ നബി തങ്ങളുടെ മകളായ സൈനബ് ബിബിയോ റുഖിയ ബിബിയോ പിന്നെ ഉമ്മാന്റെ മാല ഫിദിയായിട്ട് പണമായിട്ട് കൊടുത്തയച്ച് മരുവനെ മോചിപ്പിക്കാൻ വേണ്ടി കണ്ടു. അത് കണ്ടപ്പോ മുത്ത് നബി തങ്ങളെ കരഞ്ഞിട്ടുണ്ട്. ഒരിക്കലൊക്കെ നിങ്ങൾ അള്ളാന്റെ റസൂലിന്റെ പെരീക്ക് ഒരു അയറാബി, ഒരു കാട്ടറബി വന്നു. അയാള് വിശന്ന് വലഞ്ഞു വന്നതാണ്. നബിയെ വിശക്കനുണ്ട്, വല്ലതും തരുമോ? നബി തങ്ങൾ അങ്ങനെ ആയിഷാന്റെ മുഖത്തേക്ക് നോക്കി. നോട്ടത്തിന് അർത്ഥം എന്താ, എന്തെങ്കിലും കൊടുക്കാണ്ടോന്നാ. നിരാശയോടെ ആയിഷ തല താഴ്ത്തിയപ്പോ നബി തങ്ങൾ പറഞ്ഞു, സഹോദരാ, എന്റെ മകളായ ഫാത്തിമയുടെ വീട്ടിലേക്കൊന്ന് ചെന്ന് നോക്കുമോ? അവള് വല്ലതും തരാതിരിക്കില്ല. ഇയാള് നേരെ ഫാത്തിമ ബീവിന്റെ വീട്ടിൽ ചെന്നു. ഫാത്തിമയോട് പറഞ്ഞു, മോളെ നിന്റെ ഉപ്പ പറഞ്ഞിട്ട് വരികയാണ്, സഹിക്കാൻ പറ്റാത്ത വിശപ്പുണ്ട്, വല്ലാത്ത തണുപ്പുമുണ്ട്, എന്നെ ഒന്ന് സഹായിക്കുമോ? ബീവി വീടിന്റെ ഉള്ളിലാകെ നോക്കി, ഭക്ഷണമൊന്നുമില്ല. അയാള് രണ്ടാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു ചെറിയ പുതപ്പുണ്ടായിരുന്നു, കുട്ടികൾ അത് വിരിച്ചും പുതച്ചും കിടക്കുകയാണ്. മെല്ലെ കുട്ടികൾ ആ വിരിപ്പിൽ നിന്ന് മാറ്റിയിട്ട് ഫാത്തിമ ബീവി ആ വിരിപ്പ് എടുത്തിട്ട് ഈ മനുഷ്യന് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അയാള് സന്തോഷത്തോടെ ആ വിരിപ്പ് വാങ്ങി, നല്ല തണുപ്പുണ്ട് പുതക്കാൻ. അത് വാങ്ങിയപ്പോൾ അയാള് പറഞ്ഞു, മോളെ, തണുപ്പിനെക്കാളും അസഹ്യമായത് വിശപ്പാണ്, ഭക്ഷിക്കാൻ നിങ്ങൾ വല്ലതും തരുമോ? എന്ത് കാട്ടും. ഫാത്തിമ ബീവി പെരന്റെ ഉള്ളിൽ പോയി കരഞ്ഞു, റബ്ബേ, ഇങ്ങനെ വിശന്ന് വലഞ്ഞൊരു മനുഷ്യന് വന്നിട്ട് അയാൾക്കൊരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പോലും എന്റെ കയ്യിലില്ലല്ലോ. കരഞ്ഞിരിക്കുമ്പോ പെട്ടെന്നെന്തോ ഓർമ്മ വന്നതുപോലെ തോന്നുകയാണ്. വേഗം വസ്ത്രം വെച്ച ഭാഗത്തേക്കൊന്നും ഇങ്ങനെ പോയി. അവിടെ ഇങ്ങനെ നോക്കിയപ്പോ ഒരു ചെറിയ പെട്ടിണ്ട് ഇവിടെ. ആ പെട്ടിയെടുത്ത് വന്നു. അത് തുറന്ന ഫാത്തിമ, അതിലൊരു ചെറിയ കല്ലുമാല ഉണ്ടായിരുന്നു. ആ മാലയിൽ ഇങ്ങനെ തുരുതുരാ ചുംബിക്കുകയാണ്. കരഞ്ഞുകൊണ്ട് ആ മനുഷ്യന്റെ കയ്യിൽ കൊടുത്തു പറഞ്ഞു, സഹോദരാ, ഇത് വിറ്റിട്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? അത് വാങ്ങിയയാള് ചോദിച്ചു, എന്തിനാ മോള് കരയുന്നത്? മറുപടി ഒന്നും ഫാത്തിമ പറഞ്ഞില്ല. കണ്ണുനീര് തുടച്ച് നേരെ വീടിന്റെ ഉള്ളിലേക്ക് ചെല്ലുകയാണ്. അയാള് സന്തോഷത്തോടെ നബി തങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, നബിയെ, നിങ്ങളെ മകള് വലിയ തങ്കപ്പെട്ട മകളാണ്. തണുപ്പ് മാറ്റാൻ പുതപ്പ് തന്നില്ലേ? വിശപ്പ് മാറ്റാൻ ഒരു മാല തന്നില്ലേ? മാല വിറ്റനോട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞല്ലോ. മാല തന്ന സമയം നിങ്ങളുടെ മകള് കരയുന്നുണ്ടായിരുന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾ എന്നാല് ആ മാല എനിക്കൊന്ന് കാണിച്ചു തരുവച്ചു. അയാൾ ആ പെട്ടി തുറന്ന മാല കാണിച്ചു കൊടുത്തപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തേങ്ങിക്കരയുകയാണ്. കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുകയാണ്. നബി തങ്ങളുടെ നിയന്ത്രണം നഷ്ടപ്പെടുകയാണ്. സ്വഹാബത്ത് വന്ന് ചോദിച്ചു, നബിയേ, ഈ മാല കണ്ട് കരയുന്നത് എന്തിനാ? സമയത്ത് അവിടുന്ന് പറഞ്ഞത്, എന്റെ ഖദീജ വലിയ കോടീശ്വരിയായിരുന്നു. മരിക്കാനായപ്പോ ഒന്നും ഉണ്ടായില്ല. ആകെ അന്ന് ഖദീജന്റെ കഴുത്തിലുണ്ടായിരുന്നത് ഈ മുത്തുമാലയാണ്. മരിക്കാനായപ്പോ ഫാത്തിമനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മോളെ, നിനക്ക് ഒരുപാട് സ്വർണം തരണം എന്നൊക്കെ ഉമ്മാക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഉമ്മാന്റെ കാശൊക്കെ ഉപ്പാക്കും ദീനിനും അള്ളാഹ്ക്കും വേണ്ടി ചെലവഴിച്ചിട്ട് മോക്കൊന്നും തരാൻ പറ്റാതെ പോയതാണ്. ഉമ്മാന്റെ അടുക്കൽ ബാക്കിയുള്ളത് ഈ ഒരു മുത്തുമാല മാത്രാണ്. ഇതെന്റെ പൊന്നുമോള് സൂക്ഷിച്ചു വെക്കണം. ഉമ്മാനെ കാണുന്ന പൂതി വരുമ്പോഴൊക്കെ ഈ മാല ഒന്ന് എടുത്ത് നോക്കണം കേട്ടോ എന്ന് പറഞ്ഞ് എന്റെ ഖദീജ എന്റെ ഫാത്തിമക്ക് കൊടുത്ത മാലയാണ്. മുത്തുനബി തങ്ങള് പറഞ്ഞു,
എന്റെ പൊന്നുമോള് ഫാത്തിമ പട്ടിണി കടന്ന ദിവസങ്ങളിൽ പോലും ഈ മാലയെടുത്ത് വിറ്റിട്ടില്ല. ഒരു മനുഷ്യൻ വന്ന് പട്ടിണി കൊണ്ട് വീടിന്റെ മുമ്പിൽ വന്ന് കരഞ്ഞപ്പോ എന്റെ ഫാത്തിമ ഈ മാലയാൾക്ക് സമ്മാനിച്ചില്ലേ? ഈ മാല കൊടുക്കുമ്പോ എന്റെ ഫാത്തിമ എത്ര കരഞ്ഞിട്ടുണ്ടാകും. ഇത് പറഞ്ഞത് എന്റെ ഖദീജയെ കുറിച്ച് പറഞ്ഞ് കരഞ്ഞു. അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി. എന്താണ് ആ മഹദിന്റെ സ്ഥാനം നിറയുന്നത്? അല്ലാഹു തആല മഹദിന്റെ കൂടെ നമ്മളെ സ്വർഗത്തിൽ എത്തിച്ചേരട്ടെ. ഒരുപാട് തവണ മക്കത്ത ജന്നത്തുൽ മുഅല്ലയിലെത്തി ആ മഹദിയെ സിയാറത്ത് ചെയ്യാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ഇന്ന് മഹദിന്റെ ആണ്ട് നടക്കുന്ന ദിവസമാണ്. മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റമളാനിൽ ആദ്യ 10 കഴിഞ്ഞു. 11ന്റെ രാവിലേക്ക് കയറി. മഗ്ഫിറത്തിന്റെ 10ആണ്. പാപമോചനം നൽകപ്പെടുന്ന 10 ദിവസമാണ്. ഇന്നത്തെ തറാവീഹ് നിസ്കരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു ഈ രാത്രിയിൽ തന്നെ പുറത്തു കൊടുക്കുമല്ലോ. അവർ മരണത്തോടടുക്കുന്ന സമയം, മരിക്കുന്ന സമയം, ഉമ്മ പ്രസവിക്കുന്ന സമയത്ത് എത്രയും ശുദ്ധരായ ആളുകളായിരുന്നോ അതേ ശുദ്ധതയോടെ അവർ ഭൂമിയിൽ നിന്ന് പുറത്തു പോകുന്നതാണ്. മരണസമയം എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെടുന്നതാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് അതിന് തൗഫീഖ് തരണേ അല്ലാഹ്. ഞാൻ മസലൊന്നും പറയില്ല, ഒരു ഫാത്തിഹ എന്നിട്ട് ദ്വാരക്കൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇല്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب نفاثات بالعقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങളെ നിസ്കാരം നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസ് ഖബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ പറഞ്ഞ മദ്ഹുകൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. മഹദിയായ ബീബി ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഹദറത്തിലേക്ക് ഈ മദ്ഹുകളും ഞങ്ങൾ ഓതിയ ഖുർആനും നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ആ മഹദിയുടെ ദറജകൾ നീ ഉയർത്തണേ അല്ലാഹ്. ജീവിതത്തിൽ ഒരുപാട് തവണ മഹദിയെ സിയാറത്ത് ചെയ്യാനും നാളെ സ്വർഗ്ഗലോകത്ത് വരുമ്പോ ഞങ്ങളുടെ ഉമ്മയായ ആ മഹദിയുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഉല്ലസിക്കാനും ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്. മഹദിയുടെ ബറക്കത്ത് കൊണ്ട് നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. റഹ്മത്തിന്റെ 10 വിട പറഞ്ഞല്ലോ, ആ 10 റഹ്മത്ത് കിട്ടിയവരിൽ ഞങ്ങളെ പേരെഴുതണേ അല്ലാഹ്. മഗ്ഫിറത്തിന്റെ 10ലേക്ക് ഞങ്ങളെ കാലെടുത്ത് വെച്ചു റബ്ബേ. ഖദീജ ബീവിയുടെ ബറക്കത്ത് കൊണ്ട് ഈ റമദാനിലെ നടുവിലെ 10 നിന്റെ മഗ്ഫിറത്ത് കിട്ടുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വീടില്ലാതെ വാടക വീട്ടിൽ താമസിക്കുന്ന ഒരു സഹോദരൻ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സന്തോഷമുള്ള വീട് നൽകണേ അല്ലാഹ്. കടമില്ലാതെ വീടിന്റെ പണി പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാഹ്. എടക്കര ഭാഗത്തുള്ള ഒരു സഹോദരൻ 2 കിഡ്നിയും നഷ്ടപ്പെട്ട് ചികിത്സയിലാണ്. അത് മാറ്റിവെക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഇന്നലെ മിനിയാന്ന് തലച്ചോറിലുള്ള രക്തം കട്ട പിടിച്ച് ഹോസ്പിറ്റലിൽ എമർജൻസി അഡ്മിഷൻ ഓപ്പറേഷന് വേണ്ടി അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ആജിലായ ശിഫ നൽകണേ അല്ലാഹ്. ആജിലായ ശിഫ നൽകണേ അല്ലാഹ്. ഞങ്ങളിലൊക്കെ രോഗികളുണ്ട്, ശിഫ നൽകണേ അല്ലാഹ്. ഇന്ന് ഭക്ഷണം തന്ന വീട്ടുകാർ പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഖൈറിന്റെ വാതിലുകൾ അവർക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരിൽ നിന്നും ഈ മഹത്തായ മജ്ലിസ് ഓൺലൈനിലൂടെ കേൾക്കുന്ന ആളുകൾ നിന്നൊക്കെ ആരൊക്കെ മരിച്ചു പോയിട്ടുണ്ടോ അവരുടെയൊക്കെ ഖബറിടം സ്വർഗമാക്കണേ അല്ലാഹ്. ഈ മജ്ലിസിന്റെ സവാബ് അവർക്ക് സമ്മാനിക്കണേ അല്ലാഹ്.
പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട കുഞ്ഞിമാൻ മുസ്ലിയാരുടെ പ്രിയപ്പെട്ട ഉപ്പ ബഹുമാന്യനായ ശൈഖുനാ ബാബു ഉസ്താദ്, അള്ളാഹു അവരുടെ ദറജകൾ ഉയർത്തി കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ടവരുടെ ഉമ്മ മരിച്ച ദിവസമാണെന്ന് പറഞ്ഞു. അള്ളാഹുവേ, അമ്മയുടെ ഖബർ സ്വർഗമാക്കണേ അല്ലാ. ഈ മജ്ലിസിന്റെ സവാബ് അവർക്ക് സമ്മാനിക്കണേ അല്ലാ. സ്വർഗീയമായ സുഖങ്ങളൊക്കെയും നൽകണേ അല്ലാ. ഞങ്ങളെല്ലാവരെയും നിന്റെ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഈ നിസ്കാരവും ദുആഉം ഈ മജ്ലിസും അതിന് കാരണമാക്കണേ അല്ലാ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.